അനുഷ്ഠാന കാര്യങ്ങളിൽ ചിലത് അനുഷ്ഠിക്കുകയും ചിലത് ഒഴിക്കുകയും ചെയ്താൽ അനുഷ്ഠിച്ചതിന് പ്രതിഫലം ലഭിക്കുമല്ലോ. അതേപോലെ വിശ്വാസ കാര്യങ്ങളിൽ ചിലത് വിശ്വസിക്കുകയും ചിലത് നിഷേധിക്കുകയും ചെയ്താൽ വിശ്വസിച്ചതിന് ഫലം കിട്ടുമോ? ഇല്ല. വിശ്വസിക്കൽ നിർബന്ധമായ കാര്യങ്ങളിൽ ചിലതിൽ മാത്രം വിശ്വാസമുണ്ടായാൽ ആ വിശ്വാസം കൊണ്ട് യാതൊരു ഫലവുമില്ല. കാരണം ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ശരീഅത്തിന്റെ ഭാഗമാണെന്ന് ഗണ്ഡിതവും സ്പഷ്ടവുമായി അറിയപ്പെട്ട, ളുറൂരിയായി അറിയപ്പെട്ട മുഴുവൻ കാര്യത്തിലും വിശ്വാസം വേണം. ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം അവിശ്വാസമുണ്ടായാൽ അയാൾ മുഅ്മിനല്ല. തസ്ദീഖുൻ നബിയ്യി ഫീ ജമീഇ മാ ഉലിമ ബിദ്ദറൂറത്തി മജീഉഹു ബിഹി മിൻ ഇൻദില്ലാ, അള്ളാഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്നതാണെന്ന് ഗണ്ഡിതമായിട്ട് അറിയപ്പെട്ട മുഴുവൻ കാര്യങ്ങളെയും വിശ്വസിക്കുന്നതിനാണ് ഈമാൻ എന്ന് പറയപ്പെടുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഒരാൾക്ക് ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവായ അള്ളാഹുവിൽ വിശ്വാസമുണ്ട്. പക്ഷേ ആ സ്രഷ്ടാവ് ഏകനാണെന്ന വിശ്വാസമില്ലെങ്കിൽ അയാൾ മുഅ്മിനല്ല. ഇനി ഏകനായ സ്രഷ്ടാവിൽ വിശ്വാസമുള്ള ആള് തന്നെ 5 വഖ്ത് നിസ്കാരം നിർബന്ധമാണെന്ന് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അയാൾ അവിശ്വാസിയാണ്. 5 വഖ്ത് നിസ്കാരം നിർബന്ധമാണെന്ന് വിശ്വാസമുള്ള ഒരാൾ തന്നെ റമദാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാണെന്ന് വിശ്വാസമില്ലെങ്കിൽ, സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണെന്ന് വിശ്വാസമില്ലെങ്കിൽ, വ്യഭിചാരം നിഷിദ്ധമാണെന്ന് വിശ്വാസമില്ലെങ്കിൽ അയാൾ മുസ്ലിമല്ല. ചുരുക്കത്തിൽ ഒരാൾ മുഅ്മിനാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ശരീഅത്തിന്റെ ഭാഗമാണെന്ന് ഗണ്ഡിതമായിട്ട് അറിഞ്ഞ മുഴുവൻ കാര്യത്തിലും വിശ്വാസമുണ്ടായിരിക്കണം. ഒന്ന് വിശ്വസിച്ചില്ലെങ്കിൽ തന്നെ അയാൾ മുസ്ലിം ആകുന്നില്ല. എന്നാൽ അനുഷ്ഠാന കർമ്മങ്ങളുടെ കാര്യം അപ്രകാരമല്ല. അനുഷ്ഠാന കാര്യങ്ങളിൽ നിന്ന് അനുഷ്ഠിക്കുന്നവർക്ക് അല്ലാഹു തആലയിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കാം. നിർബന്ധമായ അനുഷ്ഠാന കർമ്മങ്ങൾ ഒഴിവാക്കിയാൽ അതിന്റെ ശിക്ഷയും ലഭിക്കും. അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിൽ ഇക്കാര്യം ഉണർത്തുന്നത് ഇങ്ങനെയാണ്: ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. ഒരു നന്മ, ഒരു ചെറിയ ഉറുമ്പിന്റെ തൂക്കമുള്ള നന്മ ഒരാൾ പ്രവർത്തിച്ചാൽ അതിന്റെ ഫലം അള്ളാഹുവിന്റെ അടുത്ത് അയാൾക്ക് കാണാം. അപ്പൊ ചുരുക്കത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ എത്ര ചെറുതാണെങ്കിൽ പോലും അതിന്റെ പ്രതിഫലം ഉണ്ടായിരിക്കും. ഒഴിവാക്കിയതിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുമെന്നേ ഉള്ളൂ. ഇതുകൊണ്ടാണ് ചെറിയ കാര്യങ്ങൾ പോലും നിസ്സാരമായിട്ട് അവഗണിക്കാൻ പാടില്ല എന്നും അതെല്ലാം ശ്രദ്ധിക്കണമെന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തിയത്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു: ലാ തുഹഖിറന്ന മിനൽ മഅറൂഫി ശൈഅ വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ ത്വലീഖ്. നന്മയിൽ നിന്ന് ഒന്നും നീ നിസ്സാരമായി കാണരുത്. നിന്റെ സഹോദരന്റെ മുഖത്തേക്ക് പ്രസന്നമായ മുഖത്തോടുകൂടെ ഒന്ന് നോക്കലാണെങ്കിൽ പോലും അതുപോലെ നീ നിസ്സാരമായി കാണാൻ പാടില്ല. ഏത് നന്മകൾ ചെയ്താലും ആ നന്മകളെല്ലാം ഫലപ്രദമായിരിക്കും. വിശ്വാസ കാര്യങ്ങളും കർമ്മപരമായ കാര്യങ്ങളും അതുകൊണ്ട് ഒരുപോലെ കാണാൻ പറ്റില്ല. വിശ്വാസപരമായ കാര്യങ്ങൾ മുഴുവൻ വിശ്വസിച്ചാലേ ഒരാൾ മുഅ്മിനാകുന്നുള്ളൂ. അനുഷ്ഠാനപരമായ കാര്യങ്ങൾ ഏതനുഷ്ഠിച്ചാലും ആ അനുഷ്ഠിച്ചതിന്റെ പ്രതിഫലം അയാൾക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്. പക്ഷേ അനുഷ്ഠാന കർമ്മങ്ങൾ ഏതും പരലോകത്ത് പ്രതിഫലാർഹമാവണമെങ്കിൽ ഈമാൻ അതിലെ ഒരു പ്രധാന ഘടകമാണ്. മുഅ്മിനീങ്ങളല്ലാത്തവർ അനുഷ്ഠിക്കുന്ന ഒരു കർമ്മത്തിനും നാളെ പരലോകത്ത് പ്രതിഫലം നൽകപ്പെടുകയില്ല. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, കുടുംബബന്ധം ചേർക്കല്, ദാനധർമ്മങ്ങൾ, അതിഥി സൽക്കാരം തുടങ്ങി അവിശ്വാസികൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ ഈ ഭൗതിക ലോകത്ത് വെച്ചുകൊണ്ട് തന്നെ അതിന് ഭക്ഷണം നൽകിയും മറ്റും പ്രതിഫലം നൽകുമെന്നല്ലാതെ നാളെ പരലോകത്ത് അതിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുകയില്ല എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. പരലോകത്ത് പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് റബ്ബ് തആലയെ സമീപിക്കുമ്പോൾ മരുഭൂമിയിലെ മരീചിക പോലെയാണ് അവരെ കർമ്മങ്ങൾ അവർക്ക് അനുഭവപ്പെടുക. വിശുദ്ധ ഖുർആൻ സൂറത്തു നൂറിലെ 39-ാമത്തെ വചനത്തിലൂടെ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. വല്ലദീന കഫറു അഅ്മാലുഹും കസറാബിൻ ബിഖീഅത്തിൻ യഹ്സബുഹു ളംആനു മാഅ ഹത്താ ഇദാ ജാഅഹു ലം യജിദുഹു ശൈഅ. അവിശ്വാസികൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ മരുഭൂമിയിലെ മരീചിക പോലെയായിരിക്കും.
ദാഹിച്ചവർ വെള്ളമാണെന്ന് കരുതി അതിനടുത്തേക്ക് അടുക്കുമ്പോൾ അവിടെ ഒന്നും കാണുകയില്ല എന്ന പോലെ പ്രതിഫലത്തിന് വേണ്ടി അവിശ്വാസികൾ സമീപിക്കുമ്പോൾ അവരെ കർമ്മങ്ങൾ അവർക്ക് ഉപകാരപ്പെടുകയില്ല എന്നാണ് വിശുദ്ധമായ ഖുർആൻ വ്യക്തമാക്കുന്നത്.